ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെയും ബൈബിൾ സ്റ്റഡിയായിട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. ദൈവസന്നിധിയിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമേൻ പ്രാർത്ഥിക്കുകയും അനേക വിഷയങ്ങൾക്ക് മറുപടി ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലത്തെങ്കിൽ നമുക്ക് വീണ്ടും ഹാലലുയ ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ വചനദീപ്തി ഫെലോഷിപ്പിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കടന്നു വരുന്നതേ ആമേൻ വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് പോലെ വേറെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം അവന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത് വരാം. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമാകുന്നെന്ന് ആമേൻ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുവാൻ മറന്നു പോകരുത്. മാത്രമല്ല ആമേൻ നിങ്ങൾക്ക് ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഒന്ന് കമന്റ് ചെയ്യുവാനും മറന്നു പോകരുത്. ഹല്ലേലൂയ. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അതാത് സമയങ്ങളിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അതിന് ആ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് ഒരു ബെല്ലൈക്കനോടുണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തക്ക സമയത്ത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആകയാൽ നമുക്ക് ദൈവം അതിന് കൃപ നൽകട്ടെ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് മടുപ്പ് കൂടാതെ ഈ ബൈബിൾ സ്റ്റഡി നടത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരുന്ന ഇതേ മറ്റു മീഡിയകളിലൂടെയും നമ്മുടെ ഹല്ലേലൂയ വചനദീപ്തി യൂട്യൂബ് ചാനലിലൂടെയും ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിവേഗം തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. അതെ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹല്ലേലൂയ, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുവീൻ. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകണം. ദൈവത്തോടുള്ള കൃതജ്ഞതയുടെ സൂചകമാണ് ഹല്ലേലൂയ ഇവിടെ വിശ്വാസി സർവദാ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സദാ സർവദാ അവൻ നന്ദിയുള്ളവനായിരിക്കണം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ആമേൻ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്, അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ആമേൻ 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യവും 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യവും നാം വായിക്കുമ്പോൾ അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായിട്ട് ആമേൻ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്തോത്രം ചെയ്യുവാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം? 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: അവനിൽ എന്തെന്നാൽ അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ തന്ത്രത്തിൽ നിന്ന്, അവന്റെ കെണികളിൽ നിന്ന് നമ്മെ വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുവാൻ സ്വർഗം നമ്മോട് കരുണ കാണിച്ചെങ്കിൽ എത്രമാത്രം പാപത്തിന്റെ അന്ധകൂപത്തിൽ കിടന്നവരാണ്, പാപത്തിന് അധീനപ്പെട്ട് കിടന്നവരാണ്. ദൈവം അവിടെ നിന്ന് നമ്മളെ വിളിച്ചു ആമേൻ തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുവാൻ. നാം നാം സഹിക്കേണ്ട പാപങ്ങൾ, നാം അനുഭവിക്കേണ്ട ശിക്ഷ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ ദിവസങ്ങളിൽ തളർന്നു പോകുവാൻ ഇടവരാതവണ്ണം, നാം ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചു പോകുവാൻ ഇടവരാതവണ്ണം അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഈ ദിവസങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. ആത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ശുഭവും ആമേൻ സുഖവുമായിട്ട് നമ്മുടെ ജീവിതം തീരുവാൻ തക്കവണ്ണം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നമ്മുടെ ജീവിതം ഒരിക്കലും ക്ഷീണിച്ചു തളരുവാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവനിൽ വേരൂന്നിയും ആത്മീയാഭിവൃദ്ധി പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടും സ്തോത്രത്തിൽ മുഴുകിയും ഇരിപ്പീൻ. വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് സ്തോത്രത്തിൽ മുഴുകിയിരിക്കണം. പലപ്പോഴും സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ, സ്തോത്രത്തിൽ മുഴുകിയിരിപ്പാൻ ഹല്ലേലൂയ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നുവെന്ന്
തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സ്തോത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ പലപ്പോഴും ഓർക്കുമ്പോൾ അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് ഹല്ലേലൂയ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എത്ര സ്തോത്രം ചെയ്താലും മതി വരത്തില്ല, എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം ദൈവ സ്നേഹത്തിന്റെ ആഴം നമ്മുടെ ജീവിതത്തിന് മേൽ എന്റെ സ്വർഗം വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. എഫേസ്യ ലേഖനം ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ആമേൻ അതിന്റെ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആമേൻ നമ്മളോട് പറയുന്ന അസഭ്യം, വ്യർത്ഥഭാഷണം, അശ്ലീല ഫലിതം എന്നിവയും അരുതേ, ഇവയൊന്നും യോഗ്യമല്ല. ഹല്ലേലൂയ സ്തോത്രം അത്രേ വേണ്ടിയത്. ആമേൻ യോഗ്യമല്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവ സ്നേഹത്തിന്റെ ആഴം നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടുത്തി. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവ സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം എത്ര വലിയതാണ്. അവന്റെ കരുണയുടെ ആധിക്യം നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുകയാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ നാം പലപ്പോഴും സ്തോത്രം ചെയ്യേണ്ടതിന്, അവന്റെ നാമത്തെ ഉയർത്തേണ്ടതിന് ആമേൻ ഒരിക്കലും ക്ഷീണിച്ച് തളർന്നു പോകാതെ നമ്മുടെ നാവിന്റെ മേൽ ദൈവകൃപ വ്യാപരിപ്പിക്കുവാൻ ആമേൻ വ്യർത്ഥ സംസാരങ്ങളും അശ്ലീല സംഭാഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം എപ്പോഴും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ, എപ്പോഴും ദൈവത്തിന് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കണം. ഇതാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ അപ്പോസ്തലനായ പൗലോസ് പിന്നെയും അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ കൂടി ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യണം. എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ നാം പ്രാപ്തരാകണം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ സകലത്തിനും സ്തോത്രം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ ആമേൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം നന്മകൾ തന്നു, എത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നു. പലപ്പോഴും ഈ അനുഗ്രഹങ്ങളും നന്മകളും ആമേൻ ശത്രുവായവൻ ആമേൻ നമ്മുടെ കണ്ണിൽപ്പെടുത്തി സ്തോത്രം ചെയ്യുവാൻ അനുവദിക്കാതെ വണ്ണം നമ്മെ പലപ്പോഴും ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആമേൻ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് സ്തുതി കരേറ്റുവാൻ, ആത്മീയമായി നാം ഉയരുവാൻ ദിവസങ്ങൾ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ ഒരു വിശ്വാസിയുടെ അധരത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങളും ഹല്ലേലൂയ ആമേൻ കരങ്ങൾ കൊണ്ട് ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ 10 കമ്പിയുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവനെ സ്തുതിക്കേണ്ട സമയങ്ങളിൽ സ്തുതിക്കുവാൻ, ആരാധിക്കേണ്ട സമയങ്ങളിൽ ആരാധിക്കുവാൻ, ദൈവകൃപ ഏറ്റെടുക്കേണ്ട സമയങ്ങളിൽ ഹല്ലേലൂയ ആമേൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അനുനിമിഷ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വീകരിപ്പാനും ഇടയാകണം. പ്രിയപ്പെട്ടവരെ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം ചെയ്യണം. നമുക്ക് തന്ന സകല നന്മകൾക്കും, നമ്മുടെ തലമുറകൾക്കും, നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ നന്മകൾക്കും, അനുഗ്രഹത്തിനും, നമ്മുടെ ജോലിക്കും, നമ്മുടെ ആരോഗ്യത്തിനും, ആയുസ്സിനും എല്ലാറ്റിനുമായി നാം സ്തോത്രം ചെയ്യുന്നവരായി മാറണം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആമേൻ നാം ജീവിക്കുന്നതെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നുവെങ്കിലോ കർത്താവിന് വേണ്ടി മരിക്കുവാനിടയാകണം. അതത്രേ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ ആമേൻ ആകിയാൽ നിങ്ങൾ ഭക്ഷിച്ചാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. എന്ത് ചെയ്താലും, എന്ത് വന്നാലും, എന്തുണ്ടെങ്കിലും എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവാൻ നാം മറന്നു പോകരുത്. പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളത്. ദൈവം നമുക്ക് എല്ലാ നന്മകളും തന്നിട്ടുണ്ട്. ആമേൻ നമ്മുടെ വിശ്വാസഗോളത്തിൽ ഇറങ്ങിയ ുള്ള നന്മകളാണോ? വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മകൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ എത്ര വലിയതല്ലേ? അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം സ്വർഗം നമ്മോട് പറയുകയാണ്, നീ ക്ഷീണിക്കേണ്ട, നീ മടുത്തു പോകേണ്ട. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചതാ. അവൻ നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ അവന്റെ കരം ഇന്നും കുറുതായിട്ടില്ല. നാളത്തേതിന് സ്തോത്രം ചെയ്യുവാൻ അനുഗ്രഹത്തിന്റെ ആമേന്മാരിയായി നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ കുടിക്കാനും ആമേൻ പാർക്കാനും ധരിക്കാനും ആമേൻ സഞ്ചരിക്കാനും ആവശ്യത്തിലധികമായ നന്മകളും അനുഗ്രഹങ്ങളും ആമേൻ നമ്മുടെ കർത്താവ് ജീവിതത്തിൽ നൽകി തന്നിരിക്കുമ്പോൾ ഇന്ന് പകൽവേള പറയുകയാണ്, നിങ്ങൾ എന്ത് കുടിച്ചാലും, എന്ത് ഭക്ഷിച്ചാലും, എന്ത് ചെയ്താലും
ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്നു പോകരുതേ. നമുക്ക് തരുന്ന നന്മകളെ നാം മറന്നു പോകാതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം മറന്നു പോകാതെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരായി മാറണം. ആമേൻ. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ കർത്താവ് മരിച്ചെങ്കിൽ ഇനി നാം ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് മരിക്കുന്നത് ലാഭവുമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കണം. ഹല്ലേലൂയ. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ജീവിക്കുന്നവർ ഇനി ആമേൻ തങ്ങൾക്കായിട്ടല്ല. കാരണം അന്ധകാരത്തിൽ കിടന്നതാണ്, സാത്താന്റെ അടിമേൽ കിടന്നവരാണ്. ആമേൻ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന് എന്നെ നിങ്ങളെയും ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ആമേൻ കൂട്ടി വരുത്തുവാൻ എന്റെ ദൈവത്തിന് കരുണയുണ്ടായി എങ്കിൽ ഇന്ന് പകൽക്കാലം ആമേനോ അനുനിമിഷവും ഈ ഭൂമിയിൽ ആമേൻ ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എത്ര കാലം ഭൂമിയിലായിരിക്കും നമുക്ക് അറിയത്തില്ല, അല്ലെ? 70 ഏറെയായാൽ 80 മാത്രം. ഹല്ലേലൂയ. നീളുമായി സദുനിച്ചാൽ കഷ്ടത മാത്രമെന്ന ആമേൻ അതേ നാം പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ കഷ്ടതയ്ക്ക് ഹല്ലേലൂയ ആമേൻ ഇടം കൊടുക്കാതെ വണ്ണം ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സമയങ്ങളിലും ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാനിടയാകണം. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മെ നിർബന്ധിക്കണം. ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ, അതിന്റെ നീളവും വീതിയും നമ്മുടെ ജീവിതത്തിന്റെ പദാവിൽ അവൻ വെളിപ്പെടുത്തുമ്പോൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ആത്മാവിൽ ശക്തിപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പകൽക്കാലം ആമേൻ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എന്ത് ചെയ്താലും നാം ദൈവനാമമഹത്വത്തിനായിട്ടായിരിക്കണം നമുക്ക് ജീവിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ നാളിലെ അവസ്ഥയിലല്ല, വിളിച്ചു വേർതിരിച്ചവന്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് വിളിച്ചവന്റെ വിളിക്കൊത്തവണ്ണം അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാകണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല 1 പത്രോസ് ഹല്ലേലൂയ 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗത്തിലൂടെ അപ്പോസ്തലൻ പത്രോസും നമ്മെ ചില കാര്യങ്ങൾ ആമേൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് ഹല്ലേലൂയ 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ എഴുതുന്നു ഹല്ലേലൂയ. ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുവൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തി പോലെയും ആകട്ടെ. സകലത്തിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളതാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നിരിക്കുന്നത് ഈ ശുശ്രൂഷ ദൈവം തന്ന ദാനമാണ്. ഇതിൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ദൈവമക്കളെ. ദൈവം തന്ന ദാനം, ദൈവം തന്ന ശുശ്രൂഷ, ഇതിലൊക്കെ ദൈവനാമം മഹത്വം എടുക്കുവാൻ ഇടയാകണം. ഞാൻ പലപ്പോഴും പറയും, ആമേൻ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ പോഷകമായി തിരഞ്ഞെടുത്തു. ആമേൻ. കുലവാന്മാര് ആമേൻ ലജ്ജിപ്പിക്കേണ്ടതിന് കുലഹീനവും നികൃഷ്ടവുമായത് തിരഞ്ഞെടുത്തെങ്കിൽ ദൈവമക്കളെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ആ സ്നേഹത്തിന്റെ ആഴം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി അവൻ വിളിച്ചു പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പകൽ വേള ഹല്ലേലൂയ ആമേൻ നമുക്കൊന്നിലും പ്രശംസിക്കുവാനില്ല. എനിക്ക് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. എന്റെ ജീവിതത്തിൽ എന്റെ അരുമനാഥൻ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. അവനാണ് എനിക്കെല്ലാം തന്നത്. ആമേൻ. അവൻ ഇന്നുവരെയും എന്നെ കൊണ്ടുവന്നുവെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുവാൻ എനിക്ക് കൃപ തന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ ഉപയോഗിക്കുന്ന മേഖലകൾ ഓരോന്നും അവൻ തന്ന ദാനമാണ്. ഈ ശുശ്രൂഷ ദൈവം തന്നതാണ്. അതിൽ നാം ആമേൻ ഉറ്റം കൊള്ളുവാനല്ല, അതിൽ വിശ്വസ്തരാകുവാൻ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ. ആമേൻ. കർത്താവേ, എന്നിലൂടെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഇവിടെ അപ്പോസ്തലനായ പത്രോസ്
ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സകല ജീവിതത്തില് നമ്മുടെ സകല അവസ്ഥകളിലും ദൈവനാമം നമ്മളിൽ ഉയർത്തപ്പെടുവാൻ ഇടയാകണം. ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരിക്കണം. നമ്മിൽ നിന്നൊന്നും എടുത്ത് ചെയ്യുവാൻ ഇടയാകരുത്. ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മുടെ നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമായിരിക്കണം. നമ്മുടെ കഴിവുകളിൽ നമുക്കൊന്നുമില്ല പ്രശംസിക്കാൻ. നമ്മുടെ കഴിവുകളല്ല, ദൈവം തന്ന ദാനമാണ്. പ്രശംസിക്കുവാൻ ഇടവരാതെ ബലം ദൈവത്തിനുള്ളത്, മഹത്വം ദൈവത്തിനുള്ളത്. ഇതൊക്കെ നൽകിക്കൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും ദൈവമക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പാൻ ഹല്ലേലൂയ നാം പ്രാപ്തരാകണം. നമ്മുടെ ജീവിതം കഴിഞ്ഞ നാൾ മുതൽ നാം ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ചിന്തിച്ചു നോക്കെ, എത്രമാത്രം സ്തോത്രം ചെയ്യുവാൻ, എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ, എത്രമാത്രം ദൈവനാമം നമ്മൾ ജയമെടുക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവവും പിതാവുമായവന് സ്തോത്രം കരേറ്റുവാൻ ഇടയാകണം. പാപപങ്കുലമായി ലോകത്തിൽ നാം നശിച്ചു പോകാമായിരുന്നു. നമ്മുടെ നിരാശയുടെ നടുവിൽ തകർന്നു പോകാമായിരുന്നു. അവിടൊക്കെയും അവൻ നമ്മെ സ്നേഹിച്ച മകൾ സ്നേഹനിമിത്ത അവന്റെ സ്നേഹത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് പാപരഹിതനായ കർത്താവിന്റെ സ്നേഹം പാപമില്ലാത്തവനായി നമുക്ക് വേണ്ടി സകല മാനവരാശിയുടെയും പാപം ഏറ്റെടുത്തു. തന്റെ കാൽവറി ക്രൂശിൽ തന്റെ തോളിലേറ്റി മരക്കുരിശ് ചുമന്നെങ്കിൽ സർവമാനവരാശിക്കും വേണ്ടി തന്റെ ജീവനെ അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പരമോന്നതനായ പിതാവിനെ നമ്മൾ എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? തന്റെ ഓമനകുമാരനെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തന്നത് ഇന്ന് പകൽക്കാലം മറന്നു പോകാതെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനിടയാക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന, നന്മനെ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഒന്നും മറക്കുവാൻ ഇടയാകല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രവർത്തികളെക്കാൾ, നമ്മുടേതായ കാര്യങ്ങളെക്കാൾ ഹല്ലേലൂയ നമ്മുടെ വാക്കുകളാണ് കൂടുതൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. നമ്മുടെ പ്രവർത്തികളായി നമ്മുടെ വാക്കുകളായി എന്തുമാകട്ടെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഇടവരുവാൻ ഇടയാക്കണം. ഹല്ലേലൂയന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിച്ച്, നിങ്ങൾ സർവജ്ഞാനത്തോടും കൂടി പരസ്പരം പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് ഹല്ലേലൂയ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ കീർത്തനങ്ങളും പാടുകയും ചെയ്യുവിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. നാം എങ്ങനെ ജീവിച്ചാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായി, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നവരായി, നമ്മുടെ സ്വഭാവം യേശു കർത്താവിനെ ഉയർത്തുന്നതായി മാറുവാനിടയാക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ കർത്താവ് ഹല്ലേലൂയ നമ്മളിൽ വാസം ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശുവിന് നന്ദിയുള്ളവരായി ജീവിപ്പാനിടയാകണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കർത്താവിന്റെ സ്വഭാവത്തിന് നാം അനുരൂപപ്പെടണം. അവന്റെ ഇഷ്ടം എന്തെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെ നാം പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി എങ്കിൽ നമ്മുടെ സമയങ്ങൾ, നമ്മുടെ കാലങ്ങൾ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായി മാറണം. സകല വിശ്വാസികളും കർത്താവായ യേശുവിനായി വേല ചെയ്യുന്നവരായി, അവനായി ജീവിക്കുന്നവരായി ഹല്ലേലൂയ തീരേണ്ടിയവരാണ്. നമ്മെ വിളിച്ചു വേർതിരിച്ചവന്റെ ഇഷ്ടം എന്താണ്? ആ ഇഷ്ടം തികച്ചു കൊടുക്കുവാൻ, ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ പാറയായവൻ നമ്മെ കൈവിടത്തില്ല. ക്രിസ്തുവ പാറമേൽ ഉറച്ചു നിൽക്കുവാൻ അവൻ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ കൈവിടത്തില്ല. ആകയാൽ സകല വിശ്വാസികളും കർത്താവിന് വേണ്ടി ഇന്ന് കർത്താവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് കടന്നുപോയി ഈ സത്യ സുവിശേഷം അറിയിപ്പാൻ ഇടയാകണം. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു,
ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കുവീൻ. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും ആമേൻ വർദ്ധിച്ചു വരുന്നവരുമായിരിപ്പീൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ നിന്നായിരിക്കുന്ന ആരെങ്കിലും നിരാശയുടെ ആമേൻ ഭാരത്തിലാണോ? ആമേൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കുവാൻ കഴിയാതെ മാനസികമായി തകർന്നിരിക്കുന്നുവോ? ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വൃഥാവല്ല. നിങ്ങൾ കർത്താവിനായി വിളിച്ചു വാർന്നിരിക്കപ്പെട്ട് സകലത്തെയും വിട്ട ആമേൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവ മക്കളെ, ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പറയാം, നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ എല്ലാം വീടും ധനങ്ങളും കർത്താവാ. ഒന്നുമില്ലാത്തവർക്ക് നിത്യമായ ഭവനം ആമേൻ ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിൽ നാം നൽകി തരുവാൻ വിശ്വസ്തനാണ്. ദേശം വിട്ട്, കൂട് വിട്ട്, കൂട്ടരെ വിട്ട്, ബന്ധങ്ങളെ വിട്ട് എന്റെ കർത്താവിന്റെ കൃഷ്ണനോട് പറ്റിച്ചേരുവാൻ നാം മനസ്സ് വെച്ചുവെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവേ വൃഥാവല്ല. ആമേൻ. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിപ്പീൻ. കാരണം എന്റെ കർത്താവ് അതിവേഗം വരും. നമ്മുടെ കഷ്ടതകൾ തീരാറായി, നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. ആകയാൽ കഷ്ടമില്ലാത്ത, ദുരിതമില്ലാത്ത രാജ്യത്ത് നമ്മെ ചേർക്കുവാൻ അവൻ വലിയവനായി കടന്നു വരും. അവൻ മേഘാരൂഢനായി കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. ആകയാൽ നമ്മുടെ പ്രത്യാശ ആമേൻ മങ്ങിപ്പോകരുത്. നാം ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഒട്ടും അധ്വാനവും ക്രിസ്തു വൃഥാവല്ല. ഇതുവരെ കർത്താവിന് വേണ്ടി നാം പ്രവർത്തിച്ചെങ്കിൽ ഹല്ലേലൂയ, ക്ഷീണിച്ചിരിക്കേണ്ട. കർത്താവിന്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. അവന്റെ വേല ചെയ്തെടുക്കുവാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിനെന്ന് ഹല്ലേലൂയ അതിന്റെ 23-ാമത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണാനിടയാകും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, മനുഷ്യൻ മൂലം മരണമുണ്ടായതിനാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കടന്നു വന്നുവെങ്കിൽ സകലത്തെയും ഹല്ലേലൂയ ദുഷ്ടന്റെ അധീനതയിൽ കിടന്നതിനെ അവൻ തന്റെ കാൽ കീഴാക്കി ആമേൻ നമുക്ക് വേണ്ടി സകലവും ആമേൻ നന്നായി ചെയ്തു തന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഓരോ ദിവസവും അവന്റെ നാമത്തിന്റെ ശക്തിയാൽ നാം ബലപ്പെടുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദിവസങ്ങളിൽ ആമേൻ നാം യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് ആമേൻ ഏകനാഥന്റെ ഇഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ചെയ്തെടുക്കുവാൻ അവന്റെ ആത്മാവിൽ ഹല്ലേലൂയ നമ്മോടുള്ള അവന്റെ പൂർണ്ണതയ്ക്ക് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്മേൽ ആമേൻ പൂർത്തീകരണം പ്രാപിച്ചു മുന്നേറുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർ നോക്കുമ്പോൾ സ്നേഹത്തോടെയാണോ? ഹല്ലേലൂയ. നാവിനാലും പ്രവൃത്തിയാലും നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാതൃകയോടെയാണോ? ഈ കാര്യം നാം തിരിച്ചറിഞ്ഞു കൊള്ളണമെന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ലോക ജാതികൾ ഹല്ലേലൂയ താന്താന്റെ ദേവന്മാരുടെ നാമത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം 5-ാം വാക്യം ആമേൻ നമുക്ക് വായിക്കുമ്പോൾ അവരവർ താങ്കളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദിവസ കാലങ്ങളിൽ ആമേൻ നാമോ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഇന്ന് പകൽ വേള ആമേൻ 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങളിൽ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഞാനത് അവസാനമായി സഹോദരന്മാരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുന്നു. അതിൽ ഇനിയും അധികമായി അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ അധികാരത്താൽ എന്തെല്ലാം കൽപ്പനകൾ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു ആഹ്വാനം ഹല്ലേലൂയ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് കൊടുക്കുകയാണ്. ആമേൻ. സഹോദരന്മാരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയണം? ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾ എങ്ങനെയും ഹല്ലേലൂയ ആമേൻ ജീവിക്കണമെന്നല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവവചന പ്രകാരം ജീവിക്കണം. അങ്ങനെയെങ്കിലേ ദൈവം
ഹാലലുയ നമ്മളിൽ പ്രസാദിക്കത്തുള്ളൂ. കൽപ്പനകൾ, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ അതിനനുസരണമാവണ്ണം നാം അനുസരിക്കുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അനേക വാക്യങ്ങൾ വായിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ആമേൻ ആമേൻ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിളിക്കപ്പെട്ടവർ, ആമേൻ ആമേൻ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ അവനോട് ഏകീഭവിച്ചിട്ട് ഇനി ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുവാനല്ല, ആമേൻ, ദൈവ കൽപ്പനകളെയും ദൈവിക മർമ്മങ്ങളെയും വിവേചിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ജീവിതം ചിലവഴിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹാലേലുയ. ആമേൻ. ഇന്ന് പകൽക്കാലം നാം ഒരപ്പന്റെ മക്കളും ഒരപ്പത്തിന്റെ അംശങ്ങളുമായി തീർന്നുവെന്നു. ആമേൻ. ഇന്ന് തിരുവത്താഴ ശുശ്രൂഷയിൽ നാം വായിക്കുമ്പോൾ ഹാലലുയ, ആമേൻ, ആ 1-ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ ഹാലലുയ നമ്മൾ കണ്ടിട്ടുണ്ട്. ആമേൻ. കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചെടുത്തവരായവർ ആമേൻ മേശമേൽ ശുശ്രൂഷിക്കുമ്പോൾ ഹാലലുയ സഹോദരന്മാരെ എന്ന് വിളിച്ച് ആമേൻ അവർ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോഴും അഭിസംബോധന ചെയ്യുമ്പോഴും ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ ഒരു വേർകൃത്യം ഉണ്ടാകാതെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ലോകജനം നമ്മളെ കാണുമ്പോൾ, ലോകത്തിന്റെ ആളുകൾ നമ്മെ കാണുമ്പോൾ നമ്മളൊരു പ്രത്യേകത കാണണം. ആമേൻ. അവർ ഹാലലുയ ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഹാലലുയ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുവാൻ ഇടയാകണം. പലപ്പോഴും നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയാതെ ആമേൻ പഴയ മനുഷ്യനിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഹാലലുയ ആമേൻ നാം ജലസ്നാനത്തോടുകൂടി ഒരു പുതിയ മനുഷ്യനായി തീർന്നുവെങ്കിൽ ആമേൻ ഈ പുതുമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണം. ഹാലലുയ. ലോകം നമ്മളെ നോക്കുമ്പോൾ ലോകത്തിൻ്റെതായ വിഗതികളിൽ നാം തകർന്നു പോകാതെ നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകണം. കൊലോസ്യ ലേഖനം ഹാലലുയ 3-ാം അധ്യായം നമ്മൾ 17-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഹാലലുയ. അതിന്റെ അകത്ത് ആമേൻ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയയാലോ നാം എന്ത് ചെയ്താലും ഹല്ലേലൂയ സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുവീൻ. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. സകലതും ഹല്ലേലൂയ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ചെയ്യുവാൻ ഇടയാകണം. ഒന്നിനാലും തളർന്നു പോകുവാൻ, ഒന്നിനാലും ക്ഷീണിച്ചു പോകുവാൻ വരാതവണ്ണം ദൈവനാമ മഹത്വത്തിനായിട്ട് ചിലവഴിക്കുവാൻ ഇടയാക്കണം. നമുക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. ഈ തിരുവചനം കേൾക്കപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ, മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ കർത്താവേ. ആമേൻ. പല മീഡിയകളിലൂടെ ഈ തിരുവചനം കേൾക്കുന്നവർക്ക് കർത്താവേ ആശ്വാസത്തിനും ആത്മീയ വർധനയ്ക്കും കാരണമാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നേ അപ്പ. പ്രത്യേകമായിട്ട് കർത്താവെ, ഞങ്ങൾ എന്ത് ചെയ്താലും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചിലവഴിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദമുള്ളതായി തീരുവാൻ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാക്കണം. ആമേൻ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഇതിന്റെ ഹല്ലേലൂയ 18, 19 വേദഭാഗങ്ങൾ നമുക്ക് ഹല്ലേലൂയ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. എല്ലാവരും ആമേൻ ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഇതിൽ പങ്കുചേർന്നതിന് നന്ദി പറയുന്നു. തുടർന്നും ഹല്ലേലൂയ നിങ്ങളുടെ സ്നേഹങ്ങളും പ്രോത്സാഹനങ്ങളും ഈ തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ആമേൻ എനിക്കും ഉണ്ടായിരിക്കണം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വേലകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരുവാനും അനേകായിരങ്ങളിലേക്ക് തിരുവചനം എത്തുവാനും കർത്താവ് ഇടയാക്കണം. എന്റെ പേരും പെരുമയ്ക്കും ഒന്നിനും വേണ്ടിയല്ല, ആമേൻ, ഈ പകൽക്കാലം എനിക്ക് തന്ന കൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ അടിയനെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച് ആമേൻ ഇന്ന് പകൽക്കാലം ആമേൻ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ.